കാറ്റത്തെ കിളിക്കൊള്ള അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അഭിലാഷ് ആണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടനെയും കൂട്ടി വീട്ടിൽ പോയല്ലോ. അങ്ങനെ നമ്മൾ ശാന്തിനി അടുത്തൊരു ഗ്ലാസ് ചായയൊക്കെ എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ സുഭാഷ് ചേട്ടന് വേണ്ടി. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ അടുത്ത് അവിനാഷ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ എന്തായാലും വിഷമിക്കേണ്ട, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ഇല്ലടാ എങ്ങനെയെങ്കിലും ഹരീഷിൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് നടത്തി കൊടുക്കണം, അവന് കാര്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് അവിനാഷ് ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടാ എൻ്റെ പെങ്ങളെ ആലോചിക്കട്ടെ സുഭാഷ് ചേട്ടനെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുഭാഷ് ആണെങ്കിൽ ആകെ പെട്ടെന്ന് അങ്ങ് ഷോക്കാവുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും സുഭാഷ് ചേട്ടന് നമ്മളെ ചാന്ദിനി ഒരു ഇഷ്ടമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചാന്ദിനി ആണെങ്കിൽ കേട്ടോണ്ടൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ ചാന്ദിനി അവിടുന്ന് പെട്ടെന്ന് അങ്ങ് ഭയങ്കര നാണത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ പോയി ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ സുഭാഷ് ചേട്ടനെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് മൊത്തം സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചാന്ദിനിയും സുഭാഷ് ചേട്ടനൊക്കെയുള്ള കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കുറച്ചിങ്ങനെ ആലോചിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എല്ലാവരും നമ്മളെ സുഭാഷ് ചേട്ടൻ തിരക്കി ഇങ്ങനെ ഫുഡ് കഴിക്കാതൊക്കെ കാത്തിരിക്കുക. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷും ഹരീഷും ആണെങ്കിലും അതുപോലെ നമ്മളെ നിധിയൊക്കെ ആലോചിക്കുന്നേ, ഇതെന്താ പറ്റി കല്യാണം നിശ്ചയം മുടങ്ങിയിട്ടിരുന്ന് ചിരിക്കുന്നോ? അപ്പം നിധി ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ സുഭാഷ് ചേട്ടനും എല്ലാം ഭ്രാന്ത് വല്ലതും ആയോ, എന്താ സംഭവം എന്നൊന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ പുറത്ത് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഭാസ്കറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ അച്ഛാ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ കഴിച്ചില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ പോയി ഭാസ്കറിനും ഫുഡൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന് ചിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, "ആ, നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ" എന്നൊക്കെ പറയുന്ന സമയത്ത് ഏയ് ഇല്ല അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഭാസ്കരൻ പറഞ്ഞു, വേണമെങ്കിൽ ഇച്ചിരി കള്ള് കുടിക്കുന്നുണ്ടോ ഇച്ചിരി നോർമൽ ആവാൻ വേണ്ടി. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ എനിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല, അച്ഛനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കയറി പോകുന്നു പറഞ്ഞ് നമ്മൾ സുഭാഷ് ചേട്ടനെ കയറി അകത്തോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളെ നിധിയും നികേഷും കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ പിന്നെ പറയണ്ട, മതിലിലൊക്കെ തൂങ്ങിക്കിടന്നുള്ള ഫോൺ വിളിയാണ് ഗായത്രിയായിട്ടൊക്കെ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് ചോദിച്ചാൽ ഏട്ടയ്ക്ക് ഇത് കണ്ടിട്ട് ഒന്നും ഒന്നും തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, അങ്ങേർക്ക് ഇടിവെട്ട് കൊള്ളാൻ യോഗം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ തടസ്സം നിന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ നിധിയാണെങ്കിൽ റൂമിൽ പോയിരുന്ന് ഇങ്ങനെ ആലോചിക്കും, നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്താ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ഫോണിലൊന്ന് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആഗ്രഹിച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നേരെ റൂമിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്താ നിധി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചോണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങാതെ നമ്മൾ സുഭാഷ് ചേട്ടന് കാവലിരിക്കാം, സുഭാഷ് ചേട്ടൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഹരീഷിനാണ് വരുന്നത് കേട്ടോ. ആ 2 മണിക്കൂർ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്യൂട്ടി. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സുധീഷിനെ വിളിക്കുന്നുണ്ട്, സുധീഷ് എണീക്കുന്നില്ല, നികേഷിനെ വിളിക്കുന്നുണ്ട്, നികേഷും എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഹരീഷിന് ദേഷ്യം വന്നിട്ട് പോയാണെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ മൂടി പൊതിച്ചൊക്കെ അവിടെ കിടക്കും. അപ്പം ഈ വഴി അങ്ങനെ സുഭാഷ് ചേട്ടൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ആകുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷ് നീ ഇവിടെ വന്ന് കിടക്കുന്നത്? അതെ സുഭാഷ് ചേട്ടൻ എങ്ങാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് വന്ന് ഇവിടെ കിടന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നത്, ഞാനെവിടെ പോകാനാ, ഞാൻ എവിടെയും പോകത്തൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടന് വിഷമമൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്, വിവാഹ നിശ്ചയം മുടങ്ങിയില്ലേ, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുഭാഷ് ചേട്ടൻ അങ്ങ് അകത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ നികേഷും എല്ലാം കൂടെ പോകുന്നുണ്ട് കേട്ടോ. രാവിലെ ബസ് സ്റ്റോപ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ അവരെ കൂടെ നമ്മളെ സുധീഷയും കൂടെ നമ്മളെ ഗായുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ സുധീഷാണെങ്കിൽ ഭയങ്കരമായിട്ട് ഗായത്രിയെ കാണുന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് പറയുന്നത്, ഗായുവിന് ഈ ഡ്രസ്സൊക്കെ സൂപ്പറായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മളെ നിധിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ വയ്യാതെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ ഗായത്രിയായിട്ട് കുറേയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ നിധിയുടെ ഓഫീസറുണ്ടല്ലോ, അവർ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഒരു ക്ലയൻറ്റിനെ എത്രയും ഇമ്പ്രസ് ചെയ്ത് ഒരു ക്ലയൻറ്റിനെ പിടിച്ചതിന് നിധിക്കൊരു ട്രീറ്റൊക്കെ ഉണ്ട്, നമുക്ക് വൈകിട്ടൊന്ന് പുറത്ത് പോയാലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി ആ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മൾ സുഭാഷ് ചേട്ടൻ്റെയും അതുപോലെ നമ്മളെ ചാന്ദിനിയുടെയും കുറച്ച് നല്ല അടിപൊളി നിമിഷങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചാന്ദിനിയാണെങ്കിൽ സുഭാഷ് ചേട്ടന് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സുഭാഷ് ചേട്ടൻ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളെ ചാന്ദിനി പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത്, എനിക്ക് വള വാങ്ങിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ മേടിച്ച് തരാനാണോ പറയുന്നത് നോക്കുമ്പോൾ നമ്മൾ ചാന്ദിനി ആ ഒരു നാണത്തോടെയൊക്കെ പറയുന്നുണ്ട്, ആ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ ചാന്ദിനിയുടെ കയ്യിലൊക്കെ പിടിച്ചൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുധീഷ് ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സുഭാഷ് ചേട്ടൻ ഈ ചിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അഭിലാഷിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെന്ന് അവിടെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ചാന്ദിനി ആണെങ്കിലും ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷ് ചിന്തിക്കുന്നുണ്ട്, വീട്ടിൽ സുഭാഷ്
സുഭാഷേട്ടൻ, ഇവിടെ ചാന്ദിനി. ഇതെന്താ സംഭവം എന്നൊന്നും അറിയാൻ വയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ അഭിലാഷിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സുധീഷാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാര്യം പറയുന്നുണ്ട്, ഇതെനിക്ക് സുഭാഷേട്ടനെ ഞാനിങ്ങനെ ശാന്തിനിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ടോ. അപ്പോൾ ഇതാണോ ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങൾ ഏട്ടത്തി എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സന്തോഷമൊക്കെ നമ്മളെ സുധീഷിനാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ച വരുന്ന പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.